നമസ്കാരം. ധനുഷ് പി സി ടിപ്സിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ 2024 ചോദിച്ചിട്ടുള്ള കേരള പി എസ് ചോദിച്ചിട്ടുള്ള 3 ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസറൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. 57/2024, 53, 52 ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി വരുന്ന എക്സാമിന് തയ്യാറെടുക്കുന്നവർക്കെല്ലാം തന്നെ പ്രയോജനകരമാകുന്ന രീതിയിലുള്ള വീഡിയോ ആണിത്. കാണുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ദാദാഭായ് നവറോജി ബന്ധമില്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. ദാദാഭായ് നവറോജി ബന്ധമുള്ള പ്രസ്താവന നോക്കുക എന്തൊക്കെയാണെന്ന്. ചോർച്ച് സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാണ്. പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ടൂൾ ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. 3 ഫാക്ട്സാണ്. ചോർച്ച് സിദ്ധാന്തം, പോവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് ടൂൾ ഇൻ ഇന്ത്യ, ഇന്ത്യയുടെ വന്ധ്യവയോധികൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ആൻസർ ബാലഗംഗാധര തിലകൻ. ബാലഗംഗാധര തിലകൻ. സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ആരാണ്? ബാലഗംഗാധര തിലകൻ. നെക്സ്റ്റ് വൺ. താഴെ തന്നിരിക്കുന്നവയിൽ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ ഏതൊക്കെയാണ്? ഇവയെല്ലാമാണ് ആൻസർ ഓപ്ഷൻ ഡി. കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപായിമാരുടെ ദുരിതങ്ങൾ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ്? കർഷകരുടെ ദുരിതങ്ങൾ, കരകൗശല തൊഴിലാളികളുടെ ദാരിദ്ര്യം, രാജാക്കന്മാരുടെ പ്രശ്നങ്ങൾ, ശിപായിമാരുടെ ദുരിതങ്ങൾ എന്നിവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ആൻസർ അരുണ അസഫ് അലി. അരുണ അസഫ് അലി. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി രൂപീകരിച്ചത് ആരാണ്? ആൻസർ സൂര്യ സെൻ. സൂര്യ സെൻ. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യ സെൻ ആകുന്നു. നെക്സ്റ്റ് വൺ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ മലബാർ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മലബാർ കലാപം. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 ഉണ്ട്. 1 മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. മലബാർ കലാപം മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന ഒരു പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നിയമമാണ് കലാപത്തിൻ്റെ കാരണം. ഒന്നുകൂടി. മാപ്പിള കലാപങ്ങൾ എന്നറിയപ്പെടുന്നു. മലബാർ സ്പെഷ്യൽ പോലീസ് എന്ന പ്രത്യേക വിഭാഗം പോലീസ് സേനയെ കലാപങ്ങൾ അടിച്ചമർത്താൻ രൂപീകരിച്ചു. കലാപങ്ങളെക്കുറിച്ച് പഠിക്കാൻ വില്യം ലോഗൻ കമ്മീഷനെ നിയമിച്ചു. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നിയമമാണ് കലാപത്തിൻ്റെ കാരണം. നെക്സ്റ്റ് വൺ. കാലഗണന അനുസരിച്ച് ക്രമപ്പെടുത്തുക. കുണ്ടറ വിളംബരം, നിവർത്തന പ്രക്ഷോഭം, മലയാളി മെമ്മോറിയൽ, ഗുരുവായൂരുണ്ട്. ആൻസർ ഓപ്ഷൻ സി ആണ്. കുണ്ടറ വിളംബരം ഫസ്റ്റ് വൺ വരുന്നു. ദെൻ മലയാളി മെമ്മോറിയൽ, ഗുരുവായൂർ സത്യാഗ്രഹം, അടുത്തത് നിവർത്തന പ്രക്ഷോഭം. നെക്സ്റ്റ് വൺ. ചേരുംപടി ചേർക്കുക. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ, പ്രത്യക്ഷരക്ഷ ദൈവസഭ. നെക്സ്റ്റ് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യ സംഘം, വൈകുണ്ഠസ്വാമികൾ, സമത്വ സമാജം. അയ്യങ്കാളി സാധുജന പരിപാലന സംഘം, പൊയ്കയിൽ ശ്രീ പ്രത്യക്ഷരക്ഷ, പൊയ്കയിൽ ശ്രീ പ്രത്യക്ഷരക്ഷ ദൈവസഭ, വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, വൈകുണ്ഠസ്വാമി, സമത്വ സമാജം. നെക്സ്റ്റ് വൺ. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ചട്ടമ്പി സ്വാമികൾ രചിച്ച കൃതി ഏതാണ്? വേദാധികാര നിരൂപണം. വേദാധികാര നിരൂപണമാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് വൺ. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ആൻസർ
ഓപ്ഷൻ ബി ആണ് 1ഉം 2ഉം 4ഉം ഉണ്ട്. അതായത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന ആദ്യത്തെ പ്രക്ഷോഭമാണെന്ത്? വൈക്കം സത്യാഗ്രഹം. ടി.കെ. മാധവൻ നേതൃത്വം നൽകി. മന്നത്ത് പത്മനാഭൻ സവർണജാഥ നയിച്ചു. ഒന്നുകൂടി പറയാം. വൈക്കം സത്യാഗ്രഹം സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന ആദ്യ പ്രക്ഷോഭമാണ് വൈക്കം സത്യാഗ്രഹം. ടി.കെ. മാധവൻ നേതൃത്വം നൽകി. മന്നത്ത് പത്മനാഭൻ സവർണജാഥ നയിച്ചു. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്ന വർഷം ഏതാണ്? 1950 ജനുവരി 26. ഓക്കെ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം മൗലികാവകാശമായത് ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ആണ്? ആൻസർ 86th 86ാമത്തെ ഭേദഗതി 2002. 86th ഭേദഗതി 2002. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്തിലാണ് മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഏത് ഭാഗത്താണ്? ഭാഗം 4A. മൗലിക കടമകൾ ഭാഗം 4A ആണ്. മൗലിക കടമകൾ ഭാഗം 4A ആണ്. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതൊക്കെയാണ്? ആൻസർ സ്വത്തവകാശം മാത്രമാണ് ഇവിടെ ഉൾപ്പെടാത്ത കാര്യങ്ങൾ അല്ലേ. ബാക്കി നോക്കാം എന്താണെന്ന് ഉൾപ്പെടുന്നവ നോക്കിയേക്കാം. സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശമുണ്ട്, സമത്വത്തിനുള്ള അവകാശമുണ്ട്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമുണ്ട്. ഇതെല്ലാം മൗലിക അവകാശങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിനാണ്? എഴുതപ്പെടാത്ത ഭരണഘടനയുള്ളത് ഏത് രാജ്യത്തിന് വേണ്ടി ഉള്ളതാണ്? ആൻസർ ബ്രിട്ടൻ. ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് D.Y. ചന്ദ്രചൂഡ്. ജസ്റ്റിസ് D.Y. ചന്ദ്രചൂഡ്. നെക്സ്റ്റ് വൺ, നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? നിലവിലെ ലോക്സഭാ സ്പീക്കർ ആരാണ്? ഓം ബിർല. ഓം ബിർലയാണ്. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ വി പി മേനോനെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. എയും സിയും എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. അതായത് സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളിയാണ് വി പി മേനോൻ. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് വി പി മേനോൻ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നാട്ടുരാജ്യങ്ങളുടെ ഇന്ത്യൻ യൂണിയനിലേക്കുള്ള സംയോജനവുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സെക്രട്ടറി ആയിരുന്ന മലയാളിയാണ്. ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവാണ് വി പി മേനോൻ. നെക്സ്റ്റ് വൺ, താഴെ തന്നിരിക്കുന്നവയിൽ 1961 വരെ പോർട്ടുഗലിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏതാണ്? പോർട്ടുഗലിൻ്റെ അധീനതയിലായിരുന്ന പ്രദേശം ഏതായിരുന്നു? ആൻസർ ഗോവ. 61 വരെ പോർട്ടുഗൽ അധീനത ഏതായിരുന്നു? ഗോവ. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പി ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമായ തുമ്പ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ശില്പി ആരാണ്? ആൻസർ വിക്രം സാരാഭായ്. വിക്രം സാരാഭായ്. വിക്രം സാരാഭായ്. നെക്സ്റ്റ് വൺ, ഏത് രാജ്യത്തെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്കുശാല സ്ഥാപിച്ചത്? ഏത് രാജ്യത്തിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് 1964 ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് എന്ന ഇരുമ്പുരുക്കുശാല ആരംഭിച്ചത്? ആൻസർ റഷ്യ. ബൊക്കാറോ, റഷ്യ. പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ടത് ഏതാണ്? 12ാം പഞ്ചവത്സര പദ്ധതി. ആൻസർ സുസ്ഥിര വികസനം. 12ാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനം. നെക്സ്റ്റ് വൺ, താഴെ പറയുന്നവയിൽ കേരള സർക്കാരിൻ്റെ ഇ ഗവേൺസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങളേവ? ഇ ഗവേൺസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആയ സഞ്ജയ നൽകുന്ന സേവനങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഇതെല്ലാം മുകളിൽ പറഞ്ഞവെല്ലാം എന്നാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം.
ഉടമസ്ഥാവകാശ സർട്ടിഫിക്കറ്റ്, കെട്ടിട വയൽ സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി അടയ്ക്കൽ. ഉടമസ്ഥാവകാശം, കെട്ടിടത്തിൻ്റെ വയസ് സർട്ടിഫിക്കറ്റ്, കെട്ടിട നികുതി എല്ലാം ഇതിൽ വരുന്നതാണ് സഞ്ജയ. ഇ ഗവേണൻസ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറായ സഞ്ജയ നൽകുന്ന സേവനങ്ങളാണ്. അപ്പോൾ സഞ്ജയം കൂടി പ്രത്യേകം ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, റോഡ് അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗത നിയമലംഘനം തടയാനും സംസ്ഥാനത്തെ മോട്ടോർ വാഹന വകുപ്പ് AI അധിഷ്ഠിത ക്യാമറകൾ സ്ഥാപിച്ച പദ്ധതി എന്താണ്? ഏത് പദ്ധതിയാണിത്? സേഫ് കേരള. പദ്ധതിയുടെ പേരെന്താണ്? സേഫ് കേരള. മോട്ടോർ വാഹനങ്ങൾ നോക്കുക. സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിൻ്റെ പദ്ധതി എന്തായിരുന്നു? സേഫ് കേരള. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഉപദ്വീപ് പീഠഭൂമിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികളാണ് ഉപദ്വീപ് നദികൾ. താഴെ നൽകിയിരിക്കുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന നദികൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്. നർമ്മദയും താപ്തിയുമാണെന്ത്? പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകുന്നവ. നർമ്മദ ആൻഡ് താപ്തി. നർമ്മദയും താപ്തിയുമാണ് പടിഞ്ഞാറോട്ട് പോകുക. നർമ്മദ, താപ്തി പടിഞ്ഞാറോട്ട് പോകുന്നവയാണ്. നെക്സ്റ്റ് വൺ, ചന്ദ്രയാൻ 1ൻ്റെ പ്രൊജക്ട് ഡയറക്ടറാണ് അണ്ണാദുരൈ. എന്നാൽ ചന്ദ്രയാൻ 3യുടെ പ്രൊജക്ട് ഡയറക്ടർ ആരാണ്? ആൻസർ ഡോക്ടർ പി വീരമുത്തു വേൽ. ഡോക്ടർ പി വീരമുത്തു വേലാണ് ചന്ദ്രയാൻ 3യുടെ പ്രോജക്റ്റ് ഡയറക്ടർ. നെക്സ്റ്റ് വൺ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം. അതിൻ്റെ ശരിയായ പ്രസ്താവന ഏതുമായി യോജിക്കുന്നു? ആൻസർ നീർവാർച്ചയുള്ള മണ്ണാണ്. നീർവാർച്ചയുള്ള മണ്ണ്. കേരളത്തിൽ ഏലം വിളയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഭൂമിശാസ്ത്ര ഘടകം ഏതാണ്? നീർവാർച്ചയുള്ള മണ്ണ്. ഇവിടെ ഇടുക്കിയിലും അതുപോലെ എവിടെയാണ് വയനാട്ടിലും ഏലം നന്നായി കൃഷി ചെയ്യാറുണ്ട്. അവിടെ തേയില ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൻ്റെ ചില പ്രദേശങ്ങളിൽ ഏലം നന്നായി ചെയ്യാറുണ്ട്. നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് ഏലത്തിൻ്റെ കൃഷി, ഏലം എല്ലായിടത്തും ഇങ്ങനെ ആ പുരയിടത്തിലൊക്കെ ഏലം ഇങ്ങനെ ഏലയ്ക്ക ഉണ്ടായി ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എന്താ വേണ്ടത്? നീർവാർച്ചയുള്ള മണ്ണാണ് ഏലത്തിന് അത്യാവശ്യമുള്ളത്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടാത്തത്. അറബിക്കടലുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങൾ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഇവിടെ ബി ആണ്. ആന്ധ്രാപ്രദേശാണ് പറഞ്ഞിട്ടുള്ളത്. ആന്ധ്രാപ്രദേശ്. നെക്സ്റ്റ് വൺ, ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം ഏതാണ്? ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ സി 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക്, 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കാണ് ഇന്ത്യയുടെ അക്ഷാംശ സ്ഥാനം. പഠിച്ചു വെക്കണം. 8 ഡിഗ്രി 4 മിനിറ്റ്, 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കെന്നും കൂടി ഓർത്തിരിക്കണം. നോർത്ത്. ഓക്കെ. 8, 4, 37, 6 ഏതാണത്? അക്ഷാംശ സ്ഥാനം ഓർത്തിരിക്കുക. നെക്സ്റ്റ് വൺ, ഗംഗാ നദിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഇവിടെ നേരത്തെ കറക്റ്റ് ആൻസർ ഇല്ല കേട്ടോ. ഡിലീറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇപ്പോൾ നോക്കണ്ട അധികം. നെക്സ്റ്റ് വൺ, വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതി ഏതാണ്? വെള്ളവും വളവും കണികാരൂപത്തിൽ കൊടുക്കുന്ന രീതി ഏതാണ്? ആൻസർ എന്താണത്? ഫെർട്ടിഗേഷൻ എന്ന് പറയും. എന്താണ് പറയുക? ഫെർട്ടിഗേഷൻ. വെള്ളവും വളവും കണികാരൂപത്തിൽ കൊടുക്കുന്ന രീതി എന്താണ്? ഡ്രിപ്പർ എന്ന് പറയില്ല, ഡ്രിപ്പ് ഇടുക എന്ന് പറയത്തില്ല. ഡ്രിപ്പിൽ കൂടി വെള്ളം പോകുന്ന പോലെ ആണ് ഫെർട്ടിഗേഷൻ എന്ന് പറയും. ഇങ്ങനെ ഇറ്റിറ്റ് പോകത്തില്ല, അതാണ് ഫെർട്ടിഗേഷൻ. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രോപ്പായി പോകുന്നതാണ് എന്ത്? ഫെർട്ടിഗേഷൻ എന്ന് പറയുക. നെക്സ്റ്റ്, മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത്. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്നറിയപ്പെടുന്നത് എന്താണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം. മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം എന്താണ്? വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകൾ. വടക്ക് കിഴക്കൻ മൺസൂൺ കാറ്റുകളാണ് മൺസൂണിൻ്റെ പിൻവാങ്ങൽ കാലം. നെക്സ്റ്റ് വൺ, താഴ്ത്തുന്നിരിക്കുന്ന പ്രസ്താവനയിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ശരിയല്ലാത്തത്. ബാക്കി നമുക്ക് നോക്കാം. നിള എന്ന പേരിൽ അറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. ഒന്നുകൂടി പ്രസ്താവനകൾ വായിക്കാം. നിള എന്ന പേരിൽ അറിയപ്പെടുന്ന ആരാണ്? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ ആനമലയിൽ നിന്നാണ് ഉത്ഭവിക്കുക. മാമാങ്കം നടക്കുന്നത് ഭാരതപ്പുഴയുടെ തീരത്താണ്. നെക്സ്റ്റ് വൺ, 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണ്? 2023 വയലാർ അവാർഡ് ശ്രീകുമാരൻ തമ്പിക്ക് നേടിക്കൊടുത്ത കൃതി ഏതാണ്? ആൻസർ എന്താണ്? ആൻസർ
ജീവിതം ഒരു പെൻഡുലം. ഇതാണ് ജീവിതം ഒരു പെൻഡുലം. 2023 വയലാർ അവാർഡ് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്ക്. ഏതാണ് കൃതി എന്ന് പറഞ്ഞാൽ ജീവിതം ഒരു പെൻഡുലം. ഐക്യരാഷ്ട്ര സംഘടന 2023 ഏത് വർഷമായി ആചരിക്കുന്നു? 2023 ഐക്യരാഷ്ട്ര സംഘടന ഏത് വർഷമായി ആചരിക്കുന്നു? ആൻസർ ചെറുധാന്യ വർഷം, ഇല്ലേ? മില്ലറ്റ്സ് ആണ്. ചെറുധാന്യ വർഷം മില്ലറ്റ്സ് ആണ്. അടുത്തത് പെരിയാറിൻ്റെ പോഷകനദികൾ ഏതെല്ലാം? പെരിയാറിൻ്റെ പോഷകനദികൾ ഏതെല്ലാമാണ്? 1, 2, 4 ഉണ്ട്. മുതിരമ്പുഴയും പെരിഞ്ചാംകുട്ടിയാറും കട്ടപ്പനയാറുമാണ് പെരിയാറിൻ്റെ പോഷകനദികളെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വൺ, ചേരുംപടി ചേർക്കുക. വന്യജീവി സങ്കേതമുണ്ട്, ജില്ലകളുമുണ്ട്. ഇവിടെ എ ആണ്, ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. നെയ്യാർ നമുക്കറിയാം. നെയ്യാർ തിരുവനന്തപുരം, അല്ലേ? നെയ്യാർ തിരുവനന്തപുരം. ചെന്തരുണി കൊല്ലം, അല്ലേ? കരിമ്പുഴ മലപ്പുറം ജില്ല. കൊട്ടിയൂർ കണ്ണൂർ, എല്ലാം അറിയാവുന്നതാണ്. നെയ്യാർ തിരുവനന്തപുരം, ചെന്തരുണി കൊല്ലം, കരിമ്പുഴ മലപ്പൂർ, കൊട്ടിയൂർ കണ്ണൂർ, അല്ലേ? കൊട്ടിയൂർ അമ്പലം എന്നൊക്കെ ഇട്ടില്ലേ? കൊട്ടിയൂർ കണ്ണൂർ. നെക്സ്റ്റ് വൺ, 2023 വൈദ്യശാസ്ത്ര നോബൽ സമ്മാന ജേതാക്കളായ ഡോക്ടർ കാറ്റലിൻ ക്യാരിക്കോ, ഡോക്ടർ ഡ്രൂ വൈസ്മാൻ എന്നിവർക്ക് എന്തിനുള്ള കണ്ടുപിടുത്തത്തിനാണ് സമ്മാനം ലഭിച്ചത്? എന്തിനായിരുന്നു? ഓപ്ഷൻ സി MRI സ്കാൻ, അല്ലേ? mRNA, അല്ലേ? mRNA എന്ന് പറയത്തില്ലേ? mRNA വാക്സിൻ വികസിപ്പിച്ചതിന്, mRNA മെസഞ്ചർ RNA വാക്സിൻ വികസിപ്പിച്ചതിനാണ് കൊടുത്തത്, അല്ലേ? നെക്സ്റ്റ്, ഇരവികുളം ദേശീയോദ്യാനവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 4 മാത്രമാണ് തെറ്റായ പ്രസ്താവന. കഥ വേണ്ട, ബാക്കി നോക്കാം. കേരളത്തിലെ ആദ്യ ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം ദേശീയോദ്യാനം. 1978 നിലവിൽ വന്നു. ഒന്നുകൂടി പറയാം. ഇരവികുളം ദേശീയോദ്യാനം കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനം. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രം 1978 നിലവിൽ വന്നു. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത് ഏതാണ്? ആൻസർ പോത്തുങ്കൽ. പോത്തുങ്കലാണ് കേരളത്തിലെ ആദ്യത്തെ ശുചിത്വ പഞ്ചായത്ത്, വൃത്തിയുള്ളത്, അല്ലേ? പഞ്ചായത്ത്. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന നിർമ്മിച്ചിരിക്കുന്ന കായൽ, തണ്ണീർമുക്കം ബണ്ട് നിർമ്മിച്ചിരിക്കുന്ന കായൽ ഏതാണ്? ഏത് കായലാണ്? വേമ്പനാട്ട് കായൽ. തണ്ണീർമുക്കം ബണ്ട് വേമ്പനാട്ട് കായൽ. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏത് എന്ന് താഴെ കൊടുത്തിട്ടുള്ളതിൽ നിന്നും കണ്ടെത്തുക. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് ആൻസർ. 1 മാത്രമാണ് വരിക. പള്ളിവാസലും ചെങ്കുളവും. മുതിരപ്പുഴയാറിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതൊക്കെയാണ്? പള്ളിവാസലും ചെങ്കുളവും. മുതിരപ്പുഴയാറിലുള്ളത് കേരളത്തിലെ ജലവൈദ്യുത നിലയങ്ങൾ ഏതൊക്കെയാണ്? പള്ളിവാസലും ചെങ്കുളവുമാണ്. പള്ളിവാസലും ചെങ്കുളവുമാണ്. നെക്സ്റ്റ് വൺ നോക്കാം. കേരളത്തിലെ തീരപ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനയിൽ നിന്നും ശരിയായത് കണ്ടെത്തുക. ഏതാണ് വേണ്ടത്? കേരളത്തിലെ തീരപ്രദേശ പ്രത്യേകതയാണ് നമുക്ക് വേണ്ടത്. നോക്കാം ആൻസർ എന്താണ്. ഓപ്ഷൻ സി നോക്കാം. 1 മാത്രമാണ് ശരിയായിട്ടുള്ളത്. എന്താണത്? ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ്. ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ്. ഉപ്പ് രസമുള്ള എക്കൽ മണ്ണ് ഇവിടുത്തെയാണ്. കേരളത്തിൻ്റെ തീരപ്രദേശത്ത് മാത്രം കാണുന്നതാണെന്ത്? ഉപ്പ് രസമുള്ള എക്കൽ മണ്ണാണ് കാണുന്നത്. നെക്സ്റ്റ് വൺ, ഇന്ത്യയിലെ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമേ നടപ്പിലാക്കിയ സംസ്ഥാനം. ഇന്ത്യയിലെ വിദ്യാലയങ്ങളിലെ ഉച്ചഭക്ഷണ പദ്ധതി ആദ്യമേ നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഏത് സംസ്ഥാനമാണ്? ആൻസർ തമിഴ്നാടാണ്. തമിഴ്നാട്ടിലാണ് ആദ്യമായി ഉച്ചഭക്ഷണ പദ്ധതി നടപ്പിലാക്കി കൊടുത്തത്. നെക്സ്റ്റ് വൺ, താഴെ എഴുതിയിട്ടുള്ളതിൽ നിന്നും ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ആൻസർ എന്താണ്? സുന്ദർബൻ ഡെൽറ്റ, അല്ലേ? സുന്ദർബൻ ഡെൽറ്റ ഒന്ന് മാത്രം നോക്കി വെക്കുക. സുന്ദർബൻ ഡെൽറ്റ എന്ന് നോക്കി വെക്കുക. ഡിസംബർ 1 തെറ്റായതിലേക്ക് ആൻസർ കണ്ണ് പോവരുത്. കാരണം കണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കാനിങ്ങിനാണ്. അതവിടെ ചെന്ന് പതിപ്പോൾ ശരിയായ ആൻസർ മാത്രം നോക്കി വെക്കുക. ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ്? ഡിസംബർ 1 ദുബായിൽ നടന്ന COP28 ഉച്ചകോടി ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതായിരുന്നു? ഓർക്കാലോ, ഏതായിരുന്നു?
കാലാവസ്ഥ വ്യതിയാനം അല്ലേ. COP28 കാലാവസ്ഥ വ്യതിയാനം. കാലാവസ്ഥ വ്യതിയാനം. നെക്സ്റ്റ് വൺ, ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുന്ന മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എത്രയാണ്? മൗലിക കർത്തവ്യങ്ങളുടെ എണ്ണം എത്രയാണ്? 11 എണ്ണമാണ് മൗലിക കർത്തവ്യങ്ങൾ. മൗലിക കർത്തവ്യങ്ങൾ എത്രയാണ്? 11 എണ്ണമാണ്. നെക്സ്റ്റ് വൺ, കേരളത്തിലെ ആദ്യ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുള്ളതായിരുന്നു? ആദ്യത്തെ തീവണ്ടി യാത്ര ഏതെല്ലാം സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചിട്ടുള്ളവയായിരുന്നു? തിരൂർ മുതൽ ബേപ്പൂർ അല്ലേ. തിരൂർ ബേപ്പൂരാണ് കേരളത്തിലെ ആദ്യത്തെ തീവണ്ടി യാത്ര. ലാക്ടോമീറ്റർ താഴെ പറയുന്നവയിൽ ഏത് ബന്ധപ്പെട്ടതാണ്? ലാക്ടോമീറ്റർ എന്താണ്? ലാക്ടോമീറ്റർ എന്ന് പറയുമ്പോൾ അത് പാലാണ് അല്ലേ. ലാക്ടോമീറ്റർ പാല്. ലാക്ടോജൻ എന്ന് ഓർക്കാം അല്ലേ. പാല്. ലാക്ടോമീറ്റർ പാല്. UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇത് മൂന്നും എന്താണ്? കോമൺവെൽത്ത് രാജ്യങ്ങളാണ്. UK, ഇന്ത്യ, കെനിയ ഈ 3 രാജ്യങ്ങളും എന്താണ്? കോമൺവെൽത്ത് രാജ്യങ്ങളാണ്. കോമൺവെൽത്ത് രാജ്യങ്ങളാണ് UK, ഇന്ത്യ, കെനിയ എന്നിവർ. നെക്സ്റ്റ് വൺ, ഹരിതഗൃഹ വാതകങ്ങളിൽ പെടാത്തത് ഏതാണ്? ഹരിതഗൃഹ വാതകങ്ങളിൽ പെടാത്തത് ഏതാണ്? CO2, നൈട്രസ് ഓക്സൈഡ്, മീഥെയിൻ, നൈട്രജനുമുണ്ട്. ഇതിൽ ഹരിതഗൃഹ വാതകങ്ങളിൽ പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ ആൻസർ എന്താണ്? നൈട്രജനാണ് പെടാത്തത്. ഓക്കെ. CO2, നൈട്രസ് ഓക്സൈഡ്, മീഥൈനും എന്താണ്? ഹരിതഗൃഹ വാതകങ്ങളാണ്. നെക്സ്റ്റ് വൺ, INA ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാം? INAയുമായി ബന്ധപ്പെട്ട INAയുമായി ബന്ധപ്പെട്ട നേതാക്കൾ ആരെല്ലാമാണ്? ആൻസർ സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണ്. സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണെന്ത്? INA അല്ലേ. INA ഇൻ്റർനാഷണൽ ആർമി. സുഭാഷ് ചന്ദ്രബോസും ക്യാപ്റ്റൻ ലക്ഷ്മിയുമാണ് INAയുമായി ബന്ധപ്പെട്ട വ്യക്തികൾ, നേതാക്കന്മാർ. നെക്സ്റ്റ് വൺ, അസ്ഥികളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ ജീവകം ഏത്? അതിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗവും തിരിച്ചറിയുക. ആൻസർ എന്താണത്? അസ്ഥിയുടെ ആരോഗ്യമാകുമ്പോൾ ഓപ്ഷൻ സി ജീവകം D കണാരോഗം അല്ലേ. ജീവകം D കണാരോഗമാണ് അസ്ഥിയുടെ ആരോഗ്യത്തിന് വേണ്ടത്. ജീവകം D കണരോഗം. അതിൻ്റെ കുറവുമുണ്ടാകുന്ന രോഗം കണരോഗം. ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ ശരിയല്ല. ജീവകം A എന്ന് പറയുമ്പോൾ അതിൻ്റെ ജീവകം A കണ്ണിന് വേണ്ടിയുള്ളതാണ്. അതിൻ്റെ കുറവ് എന്താണ് വരുന്നത്? നിശാന്തതയ്ക്ക് കാരണമാകുന്നു. ജീവകം C എന്ന് പറയുമ്പോഴല്ലേ മോണരോഗമാണത്. സ്കർവി ആൻഡ് അസുഖത്തിൻ്റെത്. ജീവകം B എന്ന് പറയുമ്പോൾ അത് വായ്പുണ്ട് അല്ലേ. ബെറി എന്ന് പറയാം. പിന്നെ വായ്പുണ്ണൊക്കെ ഉണ്ടാവുന്നുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ഇവിടുത്തെ ആൻസർ ജീവകം D ആണ് അസ്ഥിക്ക് വേണ്ടതില്ല. അതിൻ്റെ കുറവ് മൂലം കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് എന്ന രോഗമാണ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ, വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ കേരളത്തിലെ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വിരിപ്പ്, മുണ്ടകൻ, പുഞ്ച എന്നിവ ഏത് കാർഷിക വിളയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് കാർഷിക വിളയുമായിട്ടാണ്? നെല്ലാണ്. കാർഷിക വിള നെല്ലാണ്. കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ്. കേരളത്തിലെ കടുവ സംരക്ഷണ കേന്ദ്രങ്ങൾ ഒന്നാണ് ഏത്? പറമ്പിക്കുളമാണ് കടുവ സംരക്ഷണ കേന്ദ്രം. പറമ്പിക്കുളമാണ് കടുവ സംരക്ഷണ കേന്ദ്രം. നെക്സ്റ്റ് വൺ, താഴെ നൽകിയിട്ടുള്ള പ്രസ്താവനയിൽ പരിശോധിച്ച് ശരിയായവ ഏതെല്ലാമെന്ന് കണ്ടെത്തുക. ആൻസർ നോക്കാം. ആൻസർ ഓപ്ഷൻ A ആണ്. 1, 2, 3 ശരിയായിട്ടുള്ള. 1, 2, 3 ശരി. നോക്കാം നമുക്ക്. മനുഷ്യശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്ന രക്തപരിവഹന വ്യവസ്ഥയാണ്. രക്തപരിവഹന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. മനുഷ്യശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് നാഡീവ്യവസ്ഥയാണ്. ഒന്നുകൂടി വായിക്കാം. മനുഷ്യശരീരത്തിൽ പദാർത്ഥ സംവഹനം നടത്തുന്നത് എന്ന് വെച്ചാൽ പദാർത്ഥങ്ങളെ അല്ല, എന്താ പറയുക, ബ്ലഡുകളിൽ പോകുന്ന ഗ്ലൂക്കോസ് അല്ലേ, അതുപോലുള്ള മിനറൽസ്, കാൽസ്യം, അതുപോലുള്ള പദാർത്ഥങ്ങൾ, അതാണ് പദാർത്ഥങ്ങളെ സംവഹനം നടത്തുന്നത് രക്തപരിവഹന വ്യവസ്ഥയാണ്. രക്തപരിവഹന വ്യവസ്ഥയിലെ പ്രധാന ഭാഗങ്ങളാണ് ഹൃദയവും രക്തക്കുഴലുകളും. രക്തക്കുഴൽ എന്ന് പറയുമ്പോൾ ധമനിയും സിരയും ലോമികളും ഒക്കെയാണ് അടങ്ങുന്നതാണ് രക്തക്കുഴലുകൾ എന്ന് പറയുന്നത്. മനുഷ്യശരീരത്തിലെ വിവിധ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നവരാണ് നാഡീവ്യവസ്ഥ. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വൺ, 2023 കേരളത്തിൽ നിപ്പ രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? നിപ്പ രോഗം റിപ്പോർട്ട് ജില്ല ഏതായിരുന്നു? കോഴിക്കോടായിരുന്നു. പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്ത ഏതാണ്? പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണ മാർഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ആൻസർ ഉറുമ്പുപൊടിയാണ്. ഓക്കെ. മിത്രകീടങ്ങൾ, വേപ്പിൻ കുരു സത്ത്, വെള്ളത്തിൽ മിശ്രിതമൊക്കെ എന്താണ്? പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണങ്ങളിൽ പെടുന്നതാണ്. പരിസ്ഥിതി സൗഹാർദ്ദപരമായ കീടനിയന്ത്രണങ്ങൾ
കീടനിയന്ത്രണങ്ങളിൽ ഉൾപ്പെടുന്ന ഏതൊക്കെയാണ് അപ്പോൾ മിത്രകീടങ്ങളും വേപ്പിൻ കുരു സത്തും വെളുത്തുൽ മിശ്രിതവും. ഓക്കെ, ഉറുമ്പ് പൊടിയും കൊണ്ട് മാറ്റി നിർത്തുക, വേണ്ടാത്തത് അല്ലേ. നെക്സ്റ്റ് വൺ, വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തി പോഷകലായനിയിൽ വേരിലേക്ക് സ്പ്രേ ചെയ്യുന്ന കൃഷിരീതി ഏതാണ്? വേരുകൾ വായുവിലേക്ക് വളരുന്ന രീതിയിൽ സസ്യങ്ങളെ വളർത്തിയിട്ട് പോഷകലായനികൾ വേരിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുന്ന രീതി എന്താണ്? അപ്പോൾ അന്തരീക്ഷത്തിലായിരിക്കും എന്തെങ്കിലും വേരുകൾ ഇങ്ങനെ വളർന്നു നിൽക്കുക. ആൻസർ നമുക്ക് എന്താണ്? എയറോപോണിക്സ് അല്ലേ, എയറിൽ നിൽക്കും, എയറോപോണിക്സ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളെ വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? ദൃശ്യപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പ്രകീർണനം. നെക്സ്റ്റ് വൺ, ആറ്റത്തെ സംബന്ധിച്ച് താഴെ കൊടുത്തിട്ടുള്ള പ്രസ്താവനകളിൽ പരിശോധിച്ച് ശരിയായത് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 3ഉമാണ് പ്രസ്താവന ശരി. ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് എന്നറിയപ്പെടുന്നു. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണെന്ത്? പ്രോട്ടോൺ. ഓക്കെ, ആറ്റത്തിൻ്റെ കേന്ദ്രഭാഗം ന്യൂക്ലിയസ് ആണ്. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണെന്ത്? പ്രോട്ടീനാണോ? പ്രോട്ടോൺ അല്ലേ, പോസിറ്റീവ് ചാർജ് പ്രോട്ടോൺ. നെക്സ്റ്റ്, താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് ഏത് സന്ദർഭത്തിലാണ്? ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നത് എപ്പോഴാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഇത് ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോഴാണ്. ഹൈഡ്രോക്ലോറിക് ആസിഡ് സിങ്ക് ലോഹവുമായി പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്നുണ്ട് ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നില്ല. നെക്സ്റ്റ് വൺ, HCl+ Zn എന്തുണ്ടാകുന്നുണ്ട്? ഹൈഡ്രജൻ വാതകം ഉണ്ടാകുന്നു. നെക്സ്റ്റ് വൺ, ഇരുമ്പിൻ്റെ അയിര് ഏതാണ്? ഹേമറ്റൈറ്റ്. പാരപ്പറ്റിൽ വെച്ചിരിക്കുന്ന ഒരു ചെടിച്ചട്ടി താഴേക്ക് പതിക്കുമ്പോൾ അതിലുണ്ടാകുന്ന ഊർജ്ജമാറ്റം എന്താണ്? ഗതികോർജ്ജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജ്ജം കുറയുന്നു. ഗതികോർജ്ജം വർദ്ധിക്കുന്നു, സ്ഥിതികോർജ്ജം കുറയുകയാണ് ചെയ്യുന്നത്. ഇന്ത്യയുടെ ഏറ്റവും പുതിയ യുദ്ധക്കപ്പലായ INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ മലനിരകളുടെ പേരാണ് നൽകിയിരിക്കുന്നത്? INS മഹേന്ദ്രഗിരിക്ക് ഇന്ത്യയുടെ ഏത് സംസ്ഥാനത്തിൻ്റെ പേരാണ് കൊടുത്തിട്ടുള്ളത്? ഒഡീഷയാണ് മഹേന്ദ്രഗിരി. ഒഡീഷ എന്നോർത്തങ്ങിരിക്കുക, മഹേന്ദ്രഗിരി ഒഡീഷ. 2023 വനിതാ ഫുട്ബോൾ ലോകകപ്പ് ചാമ്പ്യന്മാരായ രാജ്യം ഏതാണ്? ന്യൂസിലൻഡാണ്. വനിതാ ഫുട്ബോളാണ്. ആരാണത്? ന്യൂസിലൻഡാണ് വനിത. താഴ്ത്തിരിക്കുന്നവയിൽ വിസർജനാവയവം അല്ലാത്തത് ഏതാണത്? ഹൃദയമാണ്. അല്ലാത്ത ഹൃദയമെന്ന് പറഞ്ഞില്ലേ? ഓക്കെ, വൃക്കയുണ്ട്, ത്വക്കുമുണ്ട്, ശ്വാസകോശം എന്തറിയാൻ പറ്റും? വിസർജനാവയവം CO2 പുറത്തേക്ക് കളയുന്നില്ലേ? അതാണത്, കാർബൺ ഡൈ ഓക്സൈഡ്. നെക്സ്റ്റ് വൺ, ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? എയ്ഡ്സ് ഉണ്ട്, എലിപ്പനി ഉണ്ട്, ഡിഫ്തീരിയ. പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന ആൻസർ അല്ലേ? വൈറസ് എന്താണ്? എയ്ഡ്സ് അല്ലേ? HIV വൈറസ്. ഓക്കെ, നെക്സ്റ്റ് വൺ, പുകവലി മൂലം ശ്വാസകോശത്തിലെ വായുറകളുടെ ഇലാസ്തികത നഷ്ടപ്പെട്ട് അവ പൊട്ടുകയും വൈറ്റൽ കപ്പാസിറ്റി കുറയുകയും ചെയ്യുന്ന രോഗാവസ്ഥ ഏതാണ്? എംഫീസിമ. റിപ്പീറ്റ് ക്വസ്റ്റ്യൻസ് ആണത് കേട്ടോ. നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് കേരള ആരോഗ്യവകുപ്പ് നടപ്പിലാക്കിയ പദ്ധതി ഏതാണ്? എൽസ കേട്ടോ, കുഷ്ഠരോഗം എൽസ. നോക്കി വെച്ചേക്ക്, ഇമ്പോർട്ടൻ്റ് ആണ്. 2023 പരിസ്ഥിതി ദിന സന്ദേശം താഴെ കൊടുത്തിട്ടുള്ളവ ഏതാണ്? 2023 പരിസ്ഥിതി ദിന സന്ദേശം എന്താണ്? പ്ലാസ്റ്റിക് മലിനീകരണം ചെറുക്കുക. നെക്സ്റ്റ് വൺ, ദഹനഫലമായ പ്രോട്ടീൻ വിഘടിച്ചുണ്ടാകുന്ന ലഘുഘടകം ഏതാണ്? അമിനോ ആസിഡ്സ്. കാൽവിരലുകൾക്കിടയിലും പാദങ്ങളിലും ചൊറിച്ചിലുണ്ടാക്കുന്ന അത്ലറ്റ്സ് ഫുഡ് എന്ന രോഗത്തിന് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? ഫംഗസ് ആണ് ആ സൂക്ഷ്മജീവി. അത്ലറ്റ്സ് ഫുഡ് ഉണ്ടാക്കുന്ന ആരാണ്? സൂക്ഷ്മജീവി ആരാണ്? ഫംഗസ് ആണ്. പ്രമേഹം എന്ന രോഗത്തിന് കാരണമാകുന്നത് ഏത് ഹോർമോൺ ഉൽപ്പാദനം കുറയുന്നതുകൊണ്ടാണ്? പ്രമേഹം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? പ്രമേഹം ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോഴാണ് പ്രമേഹം എന്ന രോഗം ഉണ്ടാകുന്നത്. 2 ഹോർമോൺസില്ലേ, ഇൻസുലിൻ ഗ്ലൂക്കോണും ഒക്കെ ഇല്ലേ? അപ്പോൾ ഇൻസുലിൻ എന്ന ഹോർമോണിൻ്റെ ഉൽപ്പാദനം കുറയുമ്പോഴാണ് പ്രമേഹം ഉണ്ടാവുക.
പ്രധാനമായിട്ടും 18 വയസ്സിൽ താഴെ പ്രായമുള്ള കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണത്തിനുള്ള സേവനങ്ങൾ ഉറപ്പുവരുത്തുന്ന പദ്ധതി ഏതാണ്? ഏത് പദ്ധതിയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ആരോഗ്യ കിരണമാണ്. ആരോഗ്യ കിരണം. ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രിയായി പ്രഖ്യാപിച്ച കുടുംബാരോഗ്യ കേന്ദ്രം എവിടെയാണ് ഉള്ളത്? കക്കോടി, കോഴിക്കോട് അല്ലേ? കക്കോടി, കോഴിക്കോട്. ഓർത്തിരിക്കുക. നമുക്ക് നിപ്പയൊക്കെ വന്നുകൊണ്ട് വേഗം ഓർത്തിരുന്നാൽ മതി അല്ലേ? ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി പോകുന്നത് കക്കോടി, കോഴിക്കോടെന്ന് ഓർത്തിരിക്കുക. 23 സെപ്റ്റംബറിൽ അന്തരിച്ച ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് പ്രശസ്തനായ ശാസ്ത്രജ്ഞൻ ആരായിരുന്നു? അറിയാം അല്ലേ? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരായിരുന്നു? ആൻസർ ഡോക്ടർ MS സ്വാമിനാഥൻ. അന്തരിച്ച 23 സെപ്റ്റംബറിലാണ് അദ്ദേഹം അന്തരിക്കുക. ഓർത്തിരിക്കാമല്ലോ. ഹൃദയത്തെ ആവരണം ചെയ്ത് കാണുന്ന ഇരട്ട സ്ഥലം ഏതാണ്? ഹൃദയത്തിന് ഇരട്ട സ്ഥലം ഏതാണ്? പെരികാർഡിയം അല്ലേ? ഇതിൻ്റെ എന്താണ്? ശ്വാസകോശം. മെനിഞ്ചസ് എവിടെയാണ് കാണുക? തലയുടെ അവിടെ അല്ലേ? ഓക്കെ. തല മീൻസ് ബ്രെയിനിൽ, തലച്ചോറ്. ക്ഷയരോഗബാധ തടയുന്നതിന് ഉപയോഗിക്കുന്ന പ്രതിരോധ വാക്സിൻ ഏതാണ്? ക്ഷയരോഗബാധ ഏതാണ്? BCG. അറിയാം. ഇന്ത്യയിലെ ആദ്യത്തെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. ഏതാണത്? തിരുവനന്തപുരം. ഓക്കെ. നെക്സ്റ്റ് വരുന്നത് 53/2024